പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 43 സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തിയിട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഒരു നല്ലൊരു പ്രാർത്ഥനയാണ്. പല തിക്താനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലാക്കാൻ ദൈവമക്കളെ, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. നമുക്ക് ന്യായം പാലിച്ചു തരാൻ, നമ്മളിലുള്ള നന്മ കണ്ടെത്തി, അല്ലെ നമ്മുടെ പക്ഷത്തുള്ള നീതി കണ്ടെത്തി ന്യായം പാലിച്ചു തരാൻ നമുക്ക് ദൈവമല്ലാതെ വേറെ ആരുമില്ല. നമ്മളിലുള്ള നീതി പലർക്കും അനീതിയാണ്. ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ എന്നാ പറഞ്ഞേ. ഭക്തികെട്ട ജാതിയോട്. ദൈവമക്കള് എപ്പോഴും ഇണയിലപ്പണ കൂടാൻ പാടില്ല എന്നുള്ളൊരു വചനമുണ്ട്. വിശ്വാസി ഒരിക്കലും അവിശ്വാസിയായിട്ട് ഇണയിലപ്പണ കൂടാൻ പാടില്ല. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും ഒരു ദൈവഭയം തന്നെയായിരിക്കും. അപ്പോഴിങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തിയിട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അത് ആരുമാകത്തില്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന. ഇത് ഇന്ന് സങ്കീർത്തനക്കാരൻ ഇത് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയം ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നമ്മളെ സമീപിക്കുന്നവർ എങ്ങനെയുള്ളവരെന്ന് നമുക്കറിഞ്ഞുകൂടാതെ മക്കളെ, എന്നാൽ നമ്മളെ അയച്ചവൻ നമ്മളെ നോക്കൂലേ? നോക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ ഇത് മാത്രം മതി. നമ്മളവിടെ വാദിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ ഒന്നിനും നമ്മൾ പോകാതെ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി വയ്ക്കാം. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചിലരിൽ നിന്നൊക്കെ നമുക്ക് പലപ്പോഴും പല അനുഭവങ്ങൾ, സങ്കടങ്ങൾ, വേദനകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഇന്ന് അതേ അനുഭവത്തിലിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് കാണും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ഇത് മാത്രമായിരിക്കട്ടെ. നമ്മൾ ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രതികാരം വീട്ടാനോ ഒന്നും പോകാതെ ഇത് നിമിത്തമുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടൊന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഇപ്രകാരം വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു പ്രാർത്ഥന ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൂടെ ചേർന്ന് ഈ സങ്കീർത്തനക്കാരനോട് ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവടിയാക്കട്ടെ. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ. കർത്താവേ, ദൈവമേ നീ എനിക്ക് ന്യായം പാലിച്ച് തരണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഇപ്പോൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവമായ കർത്താവേ തൻ്റെ ന്യായം എൻ്റെ കർത്താവേ അത് ദൈവം വെളിപ്പെടുത്തേണ്ടതിന് എൻ്റെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകളായിട്ട് അനുഭവിക്കുന്ന മാനസിക ഭാരങ്ങളും വേദനകളും കർത്താവെ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് വിടുവിക്കണമെന്നൊരു പ്രാർത്ഥന അതേ കർത്താവെ ഇന്ന് നിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് ആ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഉത്തരം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണേ. സമാധാനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ, എന്നെ ഉള്ളതുപോലെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ കർത്താവ് ഇതുപോലുള്ള പോരാട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സമാധാനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കളുടെ പക്ഷത്തുള്ള നീതി വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. എൻ്റെ കർത്താവെ താമസിക്കില്ലേ, വേഗം പ്രവർത്തിക്കണമേ. ഇത് നിമിത്തം നിൻ്റെ മക്കളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. സഭാ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് ജോലി മേഖലയെ ദൈവം പുഷ്ടിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശുവേ സ്തോത്രം.